കേരളത്തിൽ ഇപ്പോഴും ചുരുളഴിയാതെ കിടക്കുന്ന ഒരു കേസാണ് ജസ്ന തിരോധാന കേസ്. കേരള പോലീസ് അന്വേഷിച്ചു, CBI അന്വേഷിച്ചു. പക്ഷേ എന്നിട്ടും ഇപ്പോഴും ജസ്നയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. CBI ഇപ്പോൾ ക്ലോഷർ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ജസ്നയുടെ അച്ഛൻ തന്നെ രംഗത്തെത്തുന്നു, ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. CBIക്ക് സമാന്തരമായി താൻ ഒരു അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തലുകൾ ലഭിച്ചിരിക്കുന്നത്. ജസ്ന ജീവനോടെ ഇല്ല എന്നാണ് ജസ്നയുടെ അച്ഛൻ തന്നെ പറയുന്നത്. അത് വളരെ സങ്കടകരമായ ഒരു കാര്യം കൂടിയാണ്. അതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം, ഈ കേസ് ഉണ്ടായപ്പോൾ ഏറ്റവും കൂടുതൽ വർഗീയ മുതലെടുപ്പിന് ശ്രമിച്ചൊരു കേസായിരുന്നു. അതെല്ലാം തള്ളിക്കളയുകയാണ് ജസ്നയുടെ അച്ഛൻ. ലവ് ജിഹാദ് എന്നൊരു സംഭവമേ ജസ്നയുടെ കാര്യത്തിൽ നടന്നിട്ടില്ല. ജസ്ന കേരളത്തിന് പുറത്തേക്ക് പോയിട്ടില്ല എന്നുകൂടി ജസ്നയുടെ അച്ഛൻ പറയുന്നുണ്ട്. എന്തായാലും കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഈ മാസം ഈ വരുന്ന 19-ന് നടത്തുമെന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് എന്തായാലും അന്നറിയാൻ കഴിയും. ഈ കേസ് ഒരുപക്ഷെ ലവ് ജിഹാദാണ്, സിറിയയിലേക്കോ മറ്റൊക്കെ ജസ്നയെ കൊണ്ടുപോയി എന്നൊക്കെയായിരുന്നു ഒരു കൂട്ടം ആളുകൾ പ്രചരിപ്പിച്ചത്. അതെല്ലാം ഇതോടുകൂടി അച്ഛൻ വെളിപ്പെടുത്തിയതോടുകൂടി അതെല്ലാം പൊളിയുകയാണോ? അല്ല, അച്ഛൻ വെളിപ്പെടുത്തിയോണ്ടത് പൊളിയാനൊന്നും പോകുന്നില്ല. കാരണം ഇത് ഈ പറയുന്ന ആളുകൾ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് തിരുത്തുന്ന ആളുകളല്ലല്ലോ. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം കേരളത്തിനും പുറത്ത് മുണ്ടൊക്കെ എത്തും പുറത്ത് പോയിട്ടില്ല. പക്ഷേ ആ ജസ്നയെ കുറിച്ചാണ് സിറിയയിലാണ് എന്ന് പറഞ്ഞ് ഒറ്റക്കാര്യം ചെയ്താൽ മതി. നമ്മളിപ്പോൾ യൂട്യൂബിൽ പോയിട്ട് ജസ്ന എന്ന് അടിക്കുക, അപ്പോൾ വരുന്ന തമ്പനയിലുകൾ മാത്രം നോക്കിയാൽ മതി. ഏതൊക്കെ ജാതിയിലാണ് ഈ 2018 മുതൽ ഈ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് വ്യാജ കഥകൾ, വിഷക്കഥകൾ ഇതിങ്ങനെ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നെന്നുള്ളത്. അപ്പോൾ എന്താ ഇതിൻ്റെ വെച്ചാൽ ഒരു നുണ, ആദ്യം ഒരു നുണ പറയുക, എന്നിട്ട് ആ നുണയിൽ നിന്ന് ഒരുപാട് നുണകൾ ഉൽപ്പാദിപ്പിക്കുക. എന്താണ് ഫൂലോൽപ്പത്തി എന്ന് പറയുന്നത്, നുണോൽപ്പത്തി എന്ന് പറയുന്ന മാതിരി ഉള്ളൊരു പരിപാടിയാണ് ഇതിങ്ങനെ. ഇത് ഈ അച്ഛൻ പറയുക മാത്രമല്ല കേട്ടോ, അച്ഛൻ ഈ തിരുവനന്തപുരം കോടതിക്ക് മുമ്പാകെ രേഖാമൂലം എഴുതി കൊടുത്തിട്ടുണ്ട്. 3 പേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹർജി കൊടുത്തിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഇത്രത്തോളം പറയുന്നുണ്ട്. സാധാരണ ഒരച്ഛൻ അങ്ങനെ പറയുമെന്ന് വെച്ചാൽ, ഈ കുട്ടിയുടെ തുണിയിലുണ്ടായിരുന്ന രക്തം അത് വേണ്ട വിധം പരിശോധിച്ചിട്ടില്ല, അത് ആർത്തവ രക്തമാണോ ഗർഭാവസ്ഥയുള്ള രക്തമാണോ എന്നത് പരിശോധിക്കണം എന്നൊക്കെ അദ്ദേഹം എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വരട്ടെ, നിങ്ങൾ കേസ് ക്ലോസ് ചെയ്യാനായിട്ടില്ലെന്നാണ് അച്ഛൻ പറയുന്നത്. എൻ്റെ അടുത്ത് വിവരങ്ങളുണ്ട്, ഞാനത് ഷെയർ ചെയ്യാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് ഇനിയും 3ാമത്തെ ഏജൻസിയാണ് CBI. നമ്മൾ ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ദെൻ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, CBI അന്വേഷിച്ചു. എനിക്ക് തോന്നുന്നത് ഒരു മിസ്സിങ് കേസ് അന്വേഷിക്കാൻ മാത്രം കഴിവില്ലാത്ത, പ്രൊഫഷണലി ഗുണമില്ലാത്ത ഏജൻസി അല്ല നമ്മുടെ നാട്ടിൽ. ഈവൻ ക്രൈംബ്രാഞ്ചിന് തന്നെയും കണ്ടെത്താവുന്നതേ ഉള്ളൂ. അല്ലാത്ത വേറെ ചില ഇടപെടലുകൾ നടന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ആദ്യം അന്വേഷിച്ച സന്ദർഭത്തിൽ ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ചില വഴികൾ അടച്ചു വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഇല്ലാതാക്കിയിട്ടുണ്ടാകാം. എനിവേ CBI എന്തുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് കഴിയില്ല, ഞങ്ങളത് ക്ലോസ് ചെയ്യുകയാണെന്ന് പറയുന്നുള്ളത് ആശ്ചര്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിതിൽ കാണുന്നത് ദിവ്യ പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇതാണ്. ഈ ഒരു കേസ് വെച്ചിട്ട് കേരളത്തിൽ നടത്തിയിട്ടുള്ള വ്യാജ പ്രചാരണങ്ങൾ, നുണപ്രചാരണങ്ങൾ, വിദ്വേഷ പ്രചാരണങ്ങൾ, അതിപ്പോഴും നമ്മുടെ സോഷ്യൽ മീഡിയ സ്പേസിൽ നിൽക്കുകയാണ്. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒക്കെ അത് ഇപ്പോഴും നിൽക്കുകയാണ്. പലരും കരുതുന്നത് എന്തോ ലവ് ജിഹാദാണ്, വേറെ എവിടെയോ കൊണ്ടുപോയി, സിറിയയിലാണ്, അഫ്ഗാനിലാണ് എന്ന് തന്നെയാണ് കരുതുന്നത്. ആ കുട്ടിക്ക് പാസ്പോർട്ട് തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒന്ന് നോക്കൂ, ഇതാണ് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ഒന്നാമത്തെ കാരണം, ഇത്തരം സംഗതികൾ നിയമപരമായി നിയന്ത്രിക്കുവാൻ കേരളത്തിലെ പോലീസ് സന്നദ്ധമാവുന്നേയില്ല എന്നുള്ളതാണ്. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. ആർക്കും എങ്ങനെയും എന്തും പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് പ്രഭാഷണമല്ല, യൂട്യൂബ് പോഡ്കാസ്റ്റ് സ്വഭാവത്തിലുള്ളതൊക്കെ അത് നടത്തിയിരിക്കുന്നത് ആരാണെന്നറിയോ? ശ്രീലേഖ IPS എന്ന് പറയുന്ന കേരളത്തിൽ പ്രസിദ്ധയായ ഒരു പോലീസ് ഉദ്യോഗസ്ഥ. അവർ നോക്കൂ, കേരളത്തിലെ വളരെ പോലീസിലെ ഉന്നത സ്ഥാനത്തിരുന്നൊരു സ്ത്രീയാണ്. അവർ ഈ യൂട്യൂബിൽ വന്നിരുന്ന് എന്തൊരു വിദ്വേഷ പ്രചാരണമാണ്, വിഷപ്രയോഗമാണ് നടത്തുന്നറിയോ? എങ്ങനെയാണ് അവരുടെ പേരിൻ്റെ കൂടെ IPS എന്ന് എഴുതാൻ? നാണമില്ലെന്ന് ചോദിക്കാൻ തോന്നും. ഈ പറയുന്ന സകല വിഷപ്പാമ്പുകളും വർഷങ്ങളായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ഈ കെട്ട വിവരങ്ങളെല്ലാം ആവർത്തിച്ച് ഛർദ്ദിക്കുകയാണ് ഈ സ്ത്രീ. എന്നിട്ട് മാന്യമായിട്ട് നടക്കുകയും ചെയ്യുന്നുണ്ടല്ലോ.
അപ്പോൾ ഒരു ഹിന്ദുത്വ ഹേറ്റ് മോങ്കർ പറയുന്ന അല്ലെങ്കിൽ അതേക്കാൾ അപ്പുറം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥയ്ക്ക് ഇങ്ങനെ പറയാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണ് സാധിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ എന്തും പറയാം എന്നുള്ളൊരവസ്ഥയാണ് വരുന്നത്. ഇപ്പോൾ കളമശ്ശേരി ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് തൊട്ടുടനെ നടന്ന പ്രതികരണങ്ങൾ നമ്മൾ ചർച്ച ചെയ്താണ്. നോക്കൂ, അതിൽ ഏറ്റവും വലിയ വിദ്വേഷ പ്രചാരണം നടത്തിയ ആളാണ് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. നോക്കണം, അപ്പോൾ അന്ന് പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്, വിഷമല്ല കൊടും വിഷം എന്ന് പറയുന്നത്. ഈ ജാതി മനുഷ്യർ ഇവർ IPSകാരായിട്ടും മന്ത്രിമാരായിട്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ജസ്നയുടെ ഈ അനുഭവത്തെ, ജസ്നയുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ മുൻനിർത്തി ആ അനുഭവം അത് മുൻനിർത്തിയെങ്കിലും ഈ വിദ്വേഷ പ്രചാരകരെ നിങ്ങളിതൊന്നും അവസാനിപ്പിക്കൂ, നിങ്ങൾ ഒരു കാര്യം എന്നവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒറ്റ കാര്യം എടുക്കുക. ഇന്നലെ മെനയാന്നോ പട്ടാമ്പിയിലൊരു സംഭവം ഉണ്ടായി, ഒരു വിഷുദിനത്തിൽ അല്ലേ, വിഷുദിനത്തിൽ ഒരു പെൺകുട്ടി ഒരു സ്ത്രീയെ കുത്തിക്കൊന്ന് കത്തിക്കുന്നു. ആരാ ചെയ്യുന്നത്? അവളുടെ കാമുകൻ. എന്താ അയാളുടെ പ്രശ്നം? അവൾ വേറെ ആരോ കല്യാണം കഴിക്കാൻ പോവുകയാണ്, എന്നിട്ട് അങ്ങേരും പോയി തൂങ്ങിച്ചാവുന്നു. ഇത് നോക്കൂ, അത് രണ്ടും ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരു ആളുകളാണ്. ഇത് വേറെ എന്ന് പറയേണ്ടത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളായിരുന്നു ഇപ്പുറത്തുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക. നോക്കൂ, ഈ ജസ്നയുടെ കാര്യത്തിൽ തന്നെ ജസ്ന ഒരു മുസ്ലിം കാമുകൻ്റെ കൂടെ ഒളിച്ചോടിയതാണെന്ന് തന്നെ വിചാരിക്കുക. അതിലെന്താണ് പ്രശ്നം? നമ്മുടെ സംസ്ഥാനത്ത് എത്ര കാമുകന്മാർ, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട കാമുകന്മാർ വേറെ മതവിഭാഗങ്ങളിൽപ്പെട്ട കാമുകിമാരുമായിട്ട് ഒളിച്ചോടുകയോ നാടുവിടുകയോ തൂങ്ങിച്ചാവുകയോ മുങ്ങി മരിക്കുകയോ കല്യാണം കഴിക്കുകയോ കല്യാണം പിരിയുകയോ ഒക്കെ ഉള്ളതാണല്ലോ. ഇത് വിവിധ മതസമൂഹങ്ങൾ ജീവിക്കുന്ന ഒരു സമൂഹത്തിൽ സ്വാഭാവികമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഒരേ മതത്തിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരേ മതത്തിൽപ്പെട്ട ആളുകളും പ്രണയിക്കുന്നുണ്ട്, ഒളിച്ചോടുന്നുണ്ട്, തല്ലിപ്പിരിയുന്നുണ്ട്, സൂയിസൈഡ് ചെയ്യുന്നുണ്ട്, നാട് വിടുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇത് ലോകത്തെല്ലായിടത്തും ഏതെല്ലാം മതസമൂഹങ്ങളുണ്ടോ ആ മതസമൂഹങ്ങൾക്കിടയിലും അവർക്ക് പുറത്തുമെല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷേ ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു മുസ്ലിം പേരുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകുന്ന സാഹചര്യം. ഇതാണ് ഇതിലേറ്റവും എന്തുകൊണ്ടാണ് ജസ്ന കേസ് ഇങ്ങനെ കേരളത്തിൽ ഇത്രയും സാഹൂതത്തോടു കൂടി ഉത്കണ്ഠയോടുകൂടി നോക്കിയെന്ന് ചോദിച്ചാൽ ഈ ഒരു ആംഗിൾ അതിൽ ആരോപിക്കപ്പെട്ടതുകൊണ്ടാണ്. ഞാൻ പറയുന്ന ഈ ഒരു ആംഗിൾ ഇങ്ങനൊരു ആംഗിൾ ഉണ്ടെന്ന് തന്നെ വിചാരിക്കുക. ഒരു മുസ്ലിം കാമുകൻ്റെ കൂടെ ഒളിച്ചോടിയതാണ് ജസ്ന എന്ന് തന്നെ വിചാരിക്കുക. എന്താണ് അതിൽ പ്രശ്നം? അങ്ങനൊരു സംഗതി ഉണ്ടല്ലോ. പക്ഷെ അത് ചോദിക്കാൻ പോലും പറ്റാത്ത വിധം ഇങ്ങനെ ഒരു വലിയൊരു രേഖ, ഒരു വിഭജനം അതിലവിടെ വരച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജസ്നയുടെ അച്ഛനോട് കേരളം നന്ദി പറയേണ്ടതാണ്. അദ്ദേഹം ഈ സമയത്തെങ്കിലും പുറത്ത് വന്ന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി കോടതിക്ക് മുമ്പാകെ ഇങ്ങനൊരു ഹർജി കൊടുത്തു എന്നുള്ളത് വലിയ ആശ്വാസം നൽകുന്നൊരു കാര്യമാണ്. യെസ് നിഷാദ്, ഒരു അച്ഛൻ മകളെ കാണാതായ കേസിന് പുറകെ പോവുക, 5 വർഷത്തോളം അതിൻ്റെ പുറകെ പോയി അന്വേഷിക്കുക, കണ്ടെത്തുന്നു, എന്നിട്ടിപ്പോൾ കുറേ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ്. അത് എത്രത്തോളം ഗൗരവത്തിലെടുക്കേണ്ടതാണ്? അല്ല, അദ്ദേഹം കണ്ടെത്തുകയും അദ്ദേഹം പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണോ ഇതിൻ്റെ അവസാനത്തെ സത്യം എന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. അതേസമയം CBI ചില പോയിന്റുകൾ അന്വേഷിച്ചില്ല. എല്ലാ വ്യാഴാഴ്ചയും ഒരു പ്രത്യേക സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു, അവിടെ ഒരാളെ മീറ്റ് ചെയ്തിരുന്നു, അയാളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ ബ്ലഡ് അവർ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നത് സംബന്ധിച്ചുള്ള വ്യക്തത വരുത്താൻ CBI തയ്യാറായില്ല പോലുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള അതൊരു ലീഡാണ്, ഈ കേസിനകത്ത് ഒരു പുതിയ വഴി തുറക്കുന്ന ലീഡാണ്. അപ്പോൾ അതിലേക്ക് അന്വേഷണം പോയിട്ടില്ല എങ്കിൽ അതിനകത്ത് ചില നിർണായക സ്വഭാവം ആ വെളിപ്പെടുത്തലിനുണ്ട്. പക്ഷേ അതാണ് ഫൈനലി ഒരു ഫൈൻഡിങ്ങിലേക്ക് അത് എത്തുമെന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാരണം പോലീസ് അതിനകത്ത് കാര്യമായ കിണഞ്ഞ പരിശ്രമം നടത്തിയതാണ്. പിന്നെ വേറെ ഒന്ന് ഇതുമായി ബന്ധപ്പെടുന്ന ഹെയ്റ്റ് സ്പ്രെഡ് ഇപ്പം CBI ഇത് അന്വേഷിച്ചാണ്. CBI പറയുന്നൊരു കാര്യമുണ്ട്, അവർ മതപരിവർത്തനം നടത്തിയിട്ടില്ല. അത് ഞങ്ങൾ സാധ്യമായ എല്ലാ വഴികളിലൂടെ അന്വേഷിച്ചു. ഒഫീഷ്യലി മതപരിവർത്തനം നടത്തുന്ന എല്ലാ കേന്ദ്രങ്ങളുടെയും ഞങ്ങൾ പോയി പരിശോധിക്കുകയും റിപ്പോർട്ട്സ് എടുക്കുകയും ചെയ്തു. പിന്നെ അവർ രാജ്യം വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തി രാജ്യം വിട്ടുപോയിട്ടില്ല എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ്. CBI പറയുന്നത് രാജ്യം വിട്ടുപോയിട്ടില്ല, അവർ മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. എന്നിട്ട് പക്ഷേ ഇപ്പോഴും ആ സംഗതിയിന്മേൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അതിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. ഇപ്പോഴും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട് നിങ്ങൾ TV ചർച്ചയിൽ ഇരുന്നാൽ പോലും അതിൽ വരുന്ന പാനലിസ്റ്റുകൾ ലവ് ജിഹാദിൻ്റെ ഇരകളാക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ജസ്നയുടെ പേര് പറയും.
ആ വ്യക്തത വന്നിട്ടില്ലല്ലോ അവരെ കൊണ്ടുപോയതല്ലേ എന്ന ചോദ്യം ഇറസ്പോൺസിബിളായി ചോദിക്കും, അല്ലെങ്കിൽ വളരെ ഡെലിബറേറ്റായി ചോദിക്കും. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഏജൻസി ഫൈൻഡിങ് വരാത്തതിൻ്റെയോ വരുന്നതിൻ്റെയോ പ്രശ്നമല്ല. ഒരു സംഗതി കിട്ടിയാൽ അതിനെ ഉപയോഗപ്പെടുത്താം എന്നതാണ്. അപ്പോൾ അവരെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി കൊന്നാണെന്ന് അവർ തനിയെ ഇറങ്ങിപ്പോകുന്നതാണ്. അവർ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാണ്. മൊബൈൽ ഫോൺ അവർ കൊണ്ടുപോയില്ല, അതുകൊണ്ടാണ് അവരുടെ മൊബൈൽ വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്. തന്നെ ഇറങ്ങി എവിടെയോ പോയി, ആരെയോ മീറ്റ് ചെയ്യാൻ പോയി എന്ന് വിചാരിക്കണം. അപ്പോൾ അച്ഛൻ പറയുന്നത് വെച്ചാണ് തിയറി ഇങ്ങനെയാണ്. അതായത് പ്രഗ്നൻസിയാണ് അവർക്ക് മനസ്സിലായപ്പോൾ അവരുടെ കാമുകനെ മറ്റോ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി. അവിടെ ചെന്നപ്പോൾ അവർ തമ്മിൽ വിവാഹമോ മറ്റോ പറഞ്ഞ് തർക്കമുണ്ടാവുകയോ ഫൈനലി അവർ അപായപ്പെടുന്നു, എന്നിട്ട് അവരെ എവിടെയോ മറവ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന ഒരു തിയറി. അതിലേക്ക് അങ്ങനെയാണെങ്കിൽ ഒരു സാധ്യതയുള്ള തിയറിയാണത്. അതിലേക്ക് എത്താൻ ഏജൻസികൾക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർക്ക് എവിടേക്കാണ് ലിങ്ക് നഷ്ടപ്പെട്ടത് കണക്ട് ചെയ്യാൻ കഴിയുന്ന അച്ഛൻ്റെ കോൺഫിഡൻസ്. പോലീസും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കാരണം ഈ സംഭവിച്ച ശേഷമാണ് കോവിഡ് വരികയും ലോക്ക്ഡൗൺ വരികയും പിന്നെ മൊത്തത്തിൽ എല്ലാ അന്വേഷണങ്ങളെയും അത് ബാധിച്ചല്ലോ. അതും ഒരുപക്ഷെ ഈ കേസിനകത്തൊരു ഘടകമായിരിക്കും. ഫൈനലി ഒരു സാധാരണ നിലയ്ക്ക് ഇത്തരം കേസുകളിലൊക്കെ കുടുംബക്കാരുടെ ഭാഗത്തു നിന്നാണ് എൻ്റെ മകൾ തട്ടിക്കൊണ്ടുപോയി അവളെ, എൻ്റെ മകൾ ലവ് ജിഹാദിനിരയായി, എൻ്റെ മകളെ ആരൊക്കെയോ ചേർന്ന് വലയത്തിൽപ്പെടുത്തി എന്നൊക്കെയുള്ള ആരോപണം കുടുംബത്തിൽ നിന്ന് വരുമല്ലോ. ഇതിൻ്റെ ഒരു സവിശേഷത വർഗീയ മുതലെടുപ്പ് വേണ്ട, ഇത് സംഭവം അതല്ല എന്ന് അവരുടെ അച്ഛൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്നതാണ്. നമ്മളിപ്പോൾ 2-3 തവണയാണ് ഇപ്പോൾ ജസ്റ്റിൻ്റെ കാര്യം ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യമുണ്ട്, അച്ഛനെ ബ്രെയിൻ വാഷ് ചെയ്താന്ന് പറയും. അതാണ് ഇനി അച്ഛനെ ജിഹാദികൾ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം തോറ്റു കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ആൾ PC ജോർജുമാർ ഒക്കെ ഇതിനകത്ത് വന്നിട്ട് ഇതിന് ഫ്യൂവൽ ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആൾക്കാരാണ്. പക്ഷേ നമ്മൾ ഇതിനകത്ത് CBIയുടെ അന്വേഷണം നടക്കുന്നു, ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം നടക്കുന്നു, പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നു, അച്ഛൻ്റെ വെളിപ്പെടുത്തൽ വരുന്നു. ഇതിലെവിടെയെങ്കിലും വർഗീയ വിഭജനത്തിൻ്റെ സാധ്യതകൾ അവശേഷിക്കുന്നില്ല എന്നത് ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പക്ഷേ ഇവരടങ്ങിയിരിക്കും, യൂട്യൂബ് അക്കൗണ്ടുകാർ അടങ്ങിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യെസ്, അതാണ്. എന്തായാലും ജസ്ന എവിടെയാണ്, ജസ്നയ്ക്ക് എന്ത് സംഭവിച്ചു, ജീവനോടെയുണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് ഒരു കൃത്യമായ ഉത്തരം, തെളിവ് സഹിതമുള്ള ഉത്തരം കിട്ടുന്നതുവരെ ഈ രീതിയിലുള്ള വർഗീയ മുതലെടുപ്പ് തുടരും എന്നതിൽ സംശയമില്ല.